ഹായ് ഹലോ, ഒരു കുട്ടി വ്ളോഗിൻ്റെ അകത്തേക്ക് സ്വാഗതം. മറ്റൊന്നുമല്ല, ഇന്നെൻ്റെ മകൻ്റെ ജന്മദിനാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പെങ്ങൾ ആങ്ങളൊക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കുക എന്നുള്ള ഒരു കുട്ടി വ്ളോഗ്. അതേപോലെ ഒരു കുട്ടി കേക്ക് ഉണ്ട് കട്ട് ചെയ്യാൻ. വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. ഞാനും അവനും അവളും മാത്രമേ ഉള്ളൂ. അരുണും ബസ്സിൽ പോയതാണ്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പോൾ ഒരു കുട്ടി കേക്കും ഒരു ഞാൻ എൻ്റെ സമ്മാനങ്ങളൊക്കെ മുമ്പേ കൊടുത്തതാട്ടോ. ഇനി അവളുടെ സമ്മാനം എന്താണ് അത് നമ്മൾ നോക്കുക. കൊടുത്തോ. ആളുടെ ഫേസ് ഞാൻ രണ്ടുപേരുടേതും കാണിക്കുന്നില്ല. എന്തുവാടേ, വല്ലാത്ത പൊതിയൊക്കെ ആണ് കേട്ടോ ഗൈസ്. ഒരു കലണ്ടർ ഉണ്ട്. ഫെബ്രുവരി എഴുതിയിട്ട് 26 ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സഞ്ജു. ശരിക്കും നിന്റെ കാക്കയല്ലേ? അല്ലേ? എന്താ മിണ്ടാത്ത? ഇനി ഓനും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? 5 വയസ്സല്ല, 4 വയസ്സിന്. ഇനി 2010 ഓള് 14 ഉള്ളതല്ലേ? അപ്പം 4 വയസ്സിന് വ്യത്യാസമുണ്ട്. 4 വയസ്സിന് വ്യത്യാസമുള്ള പോലെ എങ്ങനെ എന്താ വിളിക്കേണ്ടി? പറ, ഉറക്കെ പറ. കാക്ക. എന്നിട്ട് കാക്കാന്നില്ലെന്താ ഇതത്തെ താത്താന്നാണല്ലേ എഴുതിയേ. അപ്പം ഇതാണ് പെങ്ങൾ ആങ്ങളക്ക് കൊടുത്ത സമ്മാനം. ഇനി ഒരു കുട്ടി കേക്ക് കൂടി ഉണ്ട്, അതുകൂടി കട്ട് ചെയ്യുക. അങ്ങനെ ദേ ഗൈസ്, കേക്കാണ്. കേക്കിൻ്റെ പുറത്ത് പേരും കാര്യങ്ങളൊന്നും എഴുതണ്ടെന്നോ പറഞ്ഞു. പേരൊന്നും വേണ്ടാന്നോ. അങ്ങനെ ഒരു കുഞ്ഞ് കേക്കാണ്. അപ്പം മുറിച്ചോ. അതെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ സഞ്ജു. ഗൈസ്, കേക്ക് മുറിയും കഴിഞ്ഞു. കൂടെ അപ്പോൾ ഇതാണിപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. ഒരു കണ്ണുപ്പൊടിയിടല്. പ്രത്യേകിച്ച് ഫങ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഇതാണ് ആഘോഷമായിട്ട് കഴിക്കേണ്ടത്. കാര്യം എന്താ വെച്ചാൽ 15ാമത്തെ പിറന്നാളാണ്. എൻ്റെ മകന് 15ാമത്തെ വയസ്സാണ് എന്ന് പറയുമ്പം നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ആരോടൊന്ന് ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ അവനൊന്നും ലീവ് കിട്ടിയില്ല. പിന്നെ ഇപ്പം എന്ത്, ഞങ്ങൾ 3 അല്ലേ. അപ്പോൾ കേക്ക് ഇന്നലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, കേക്കിൻ്റെ മുകളിൽ പേര് പോലും അവന് എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പേര് എഴുതിയില്ല. അപ്പം അങ്ങനെയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ. കേക്ക് മുറിയും കഴിഞ്ഞു, ആഘോഷങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ഒരു കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് അവനെ വിഷ് ചെയ്യണേ, മറന്നു പോരുതേ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുക. ഓക്കെ, ബൈ. കേക്കാണ്.